ബംഗാൾ മെഡിക്കൽ കോളേജിൽ ഒരു യുവ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം രാജ്യമൊട്ടാകെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റാണ്, സർക്കാരാണ്, അവിടെ ഉള്ള മേധാവികളാണ്. മമതാ ബാനർജി സർക്കാരിനെ പിടിച്ചുലക്കുന്ന പ്രക്ഷോഭമാണ് ബംഗാളിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യത്തോട് അധികൃതർ കാണിച്ച അലംഭാവവും നിസ്സംഗതയും ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല. കുറ്റകൃത്യം മറച്ചുപിടിക്കാനും ഗൗരവം കുറക്കാനും കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി എന്ന കാര്യത്തിൽ സംശയമില്ല. കോളേജ് പ്രിൻസിപ്പളിൻ്റെ പ്രതികരണം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിരുന്നു. എന്തിനാണ് ഡോക്ടർ ആ ഹാളിലേക്ക് പോയത് എന്ന വളരെ നിരുത്തരവാദപരമായ, ഇരയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ കോളേജ് പ്രിൻസിപ്പൽ ആ ചുമതല വഹിക്കാൻ കൊള്ളില്ല എന്ന് വ്യക്തമാണ്. തൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാവുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ കാണിക്കേണ്ട ഏറ്റവും ഉയർന്ന സഹതാപവും എമ്പതിയും കാണിക്കുന്നതിന് പകരം ന്യായവാദങ്ങളും ചോദ്യശരങ്ങളുമായി വന്ന പ്രിൻസിപ്പൽ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. സ്ഥാനമൊഴിയാനോ രാജിവെക്കാനോ നിർബന്ധിതനായ പ്രിൻസിപ്പൽ 4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് മറ്റൊരു മെഡിക്കൽ കോളേജിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു, നിയമിക്കപ്പെടുന്നു. ഇത് ഗവൺമെന്റിനെതിരെ ജനരോഷം ഉയരാൻ വലിയ കാരണമായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 4 മണിക്കൂറിനുള്ളിൽ അപ്പോയിന്റ് ലഭിക്കാൻ മാത്രം പദവിയും മഹത്വവുമുള്ള ആളാണോ ഇദ്ദേഹമെന്ന് ചോദിക്കുന്നുണ്ട്. മമതയുടെ രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ പര്യവസാനം കുറിക്കുന്നതാണ് ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളും. ക്രിമിനലുകൾക്ക് എല്ലാവിധ ഒത്താശയും ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലവിലുണ്ട്. ബംഗാളിൽ കൊടിപിടിച്ച് പ്രക്ഷോഭം നടത്തുന്ന BJPയും നരേന്ദ്രമോദിയും ഈ കുളിപ്പുരയിൽ നഗ്നരാണ്. UPയിലെ ഹത്രാസിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും രാത്രി തന്നെ തീ കൊളുത്തി ദഹിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തത് പോലീസും അവിടെയുള്ള ഗുണ്ടകളും ചേർന്നായിരുന്നു. ഗുണ്ടകൾക്കും പോലീസിനും അക്രമികൾക്കും കൂട്ടുനിന്നത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത്ഷയും BJPക്കാരുമായിരുന്നു. ഹത്രാസിലെ നരഹത്യ റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രപ്രവർത്തകനെ UAPA കേസിൽ കുടുക്കിയ BJPക്ക് ബംഗാളിൽ ഒരക്ഷരം മിണ്ടാൻ അവകാശമില്ല. രാജ്യാന്തര പ്രശസ്തരായ ബോക്സിംഗ് താരങ്ങൾ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന പരാതി നരേന്ദ്രമോദിയോട് പറഞ്ഞു. അബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത്. സ്ത്രീ പീഡകർക്കൊപ്പം, അക്രമികൾക്കൊപ്പം, ക്രിമിനലുകൾക്കൊപ്പം നിലകൊണ്ട നരേന്ദ്രമോദിക്കോ BJPക്കോ ബംഗാളിൽ സമരം ചെയ്യാൻ അവകാശമില്ല. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുന്ന സമീപനം ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.